ജീവിതത്തിന്റെ ഭാഗമായ പ്രകൃതി വടക്കൻ മലബാറിന് സമ്മാനിച്ച അപൂർവ ജൈവരത്നമായ മാടായിപ്പാറയെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ വികസനത്തിന്റെ പേരിൽ ഇക്കോ പാർക്ക് ടൂറിസം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് മാടായിപ്പാറ സംരക്ഷണ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. സംരക്ഷണ സമ്മേളനം വടുകുന്ത തടാകക്കരയിൽ കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ കൊള്ളയടിച്ച് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും 100% സാക്ഷരതയുള്ള കേരളത്തിൽ 10% താഴെയാണ് പരിസ്ഥിതി സാക്ഷരതയെന്നും മാടായിപ്പാറ സംരക്ഷണം അനിവാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കവി വീരാൻകുട്ടി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ ടി.പി. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ മുഖ്യാതിഥിയായി. മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി. കൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി കെ.പി. ചന്ദ്രാംഗതൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ വി.സി. ബാലകൃഷ്ണൻ, ഡോക്ടർ ജാഫർ പാലോട്ട്, ഡോക്ടർ ഖലീൽ ചൊവ്വ, ഡോക്ടർ ഡി. സുരേന്ദ്രനാഥ്, വി.എസ്. അനിൽകുമാർ, ഡോക്ടർ ഇ. ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ പി.കെ. ഭാഗ്യലക്ഷ്മി, ടി.വി. രാജേന്ദ്രൻ, ജിതേഷ് കണ്ണപുരം, കെ.പി. ലക്ഷ്മണൻ, വി.എ. ദിനേശൻ, ഡി. വിശാലാക്ഷൻ, സി. ദിവാകരൻ, രാജൻ തീയറേത്ത്, എസ്. രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിലെ പരിസ്ഥിതി സംഘടനകൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. ഏജനറ്റ് ന്യൂസ്, കണ്ണൂർ.